പറഞ്ഞിരിക്കുന്ന രീതിയിൽ എല്ലാ മക്കളും ഒന്നിരിക്കുക. അമ്മമാര് കാരണം അമ്മമാരാണ് ഇരിക്കുന്ന കാണുമ്പോഴാണ് കുഞ്ഞുങ്ങൾ അങ്ങനെ ഇരിക്കുക. നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക. കളിയിൽ നിന്ന് കാര്യത്തിലേക്ക് എടുക്കുന്ന സമയം അല്ലെങ്കിൽ കരുതലോടെ പ്രാർത്ഥിക്കുന്ന സമയം അത് എത്രത്തോളം ഗൗരവമാണോ, എത്രത്തോളം അഗാധമാണോ ആ പ്രാർത്ഥനയ്ക്ക്. ഇത്രയും നല്ലൊരു പൂജ കാണുവാൻ അന്തരീക്ഷത്തിൽ വന്ന് നിന്ന് അനുഗ്രഹിക്കുന്ന ഒരു എല്ലാ കുഞ്ഞുങ്ങളും കണ്ണടയ്ക്കുക, നിവർന്നിരിക്കുക. അമ്മമാരും അതേപോലെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ വളർത്തി കരുത്തുള്ളവരാക്കി രാഷ്ട്രത്തിന് സമർപ്പിക്കേണ്ട ഉത്തരവാദിത്വത്തിൽ ഇരിക്കുന്നവരാണ്. ഇതൊന്നും നമ്മുടെ വൃത്തിയില്ല. ആ ഉത്തരവാദിത്വ ബോധം നമ്മുടെ മനസ്സിൽ ഉണരേണ്ട ഒരു സമയമാണിത്. ആരും നമുക്ക് സ്വന്തമല്ല, എന്നാൽ ആരും നമുക്ക് അന്യരുമല്ല. എല്ലാം ഈ ലോകത്തിലൊരു വലിയ കുടുംബത്തിലെ അംഗമാണ്. വസുദൈവ കുടുംബകം. പ്രയത്നവും പ്രാർത്ഥനയുമാണ് ജീവിതത്തിന്റെ ഉടുമ്പാവും. കുഞ്ഞുങ്ങളെ ഒന്ന് ഓർത്തു നോക്കുക. നമ്മുടെ കുട്ടിക്കാലം തളികയിൽ വെള്ളം നിറച്ച് എന്നെ എന്നും കുളിപ്പിച്ചതമ്മ. ഉച്ചിയിൽ വെള്ളമിറങ്ങാതെ കച്ച കൊണ്ട് തുവർത്തി തന്നത് എൻ്റെ അമ്മ. കണ്ണേറ് തട്ടാതെ എൻ്റെ കവിളിൽ പിച്ച വെച്ച് നടക്കുന്ന കാലത്തിൽ കൈപിടിച്ച് നടന്ന എൻ്റെ അമ്മ. ഉച്ചവെയില് ഉറക്കം വരാത്തപ്പോൾ എനിക്ക് കാവലാളായി നിന്നത് എൻ്റെ അമ്മ. മിത്ര പോകും വരെ തോളിലിട്ട് താരാട്ട് പാടി ആ മിത്ര വെടിഞ്ഞത് എൻ്റെ അമ്മ. എന്ന് പഠിപ്പിച്ചത് എൻ്റെ അമ്മ. ചുവരിന്റെ പുറകിൽ എന്നെ തന്നെ നോക്കി നിന്ന് കരഞ്ഞതാണ് എൻ്റെ അമ്മ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അമ്മയ്ക്ക് ഞാൻ ഇന്നും ഉണ്ണിയാണ്. എക്കാലത്തും മങ്ങാത്ത സ്നേഹത്തിന്റെ പൊരുമ നൽകുവാൻ നാം മറന്നു പോകുന്നു. അമ്മയാണ് എന്റെ ലോകം. അമ്മയുടെ ചിരി എനിക്ക് സ്വർഗമാണ്. അമ്മയുടെ സാന്നിധ്യം എനിക്ക് ആത്മവിശ്വാസം തരുന്നതാണ്. അമ്മയുടെ സാമീപ്യം എനിക്ക് നാറക്കടനെ കാണിച്ച് അമ്പിളിമാമനെ കാണിച്ചൂട്ടുന്ന രംഗം. നിങ്ങള് സ്കൂള് വിട്ട് വീട്ടിലെത്തും വരെ ആദ്യം വ്യാധിയുമായിട്ട് കാത്തിരിക്കുന്ന ബാധിൽപ്പന്റെ 3 പ്രാവശ്യം എല്ലാവരും ഒന്നിച്ച് ഓങ്കാരം ഉണരുവാൻ നിൽക്കുന്ന ഓങ്കാരം, അതായത് ധർമ്മത്തിന്റെ ശബ്ദം ഓങ്കാരം, പൂർണ്ണതയുടെ നാദം ഓങ്കാരം, ആദിമനാദം ഓങ്കാരം, മന്ത്രത്തിന്റെ ഒന്നിച്ച് ഓങ്കാരം, ആ ബ്രഹ്മനാദം, പ്രപഞ്ചത്തിന്റെ നാദം നമ്മളിൽ മുഴങ്ങട്ടെ. 3 തവണ ചൊല്ലുക. എല്ലാരും ഒന്നിച്ച് ചൊല്ലുക. കുഞ്ഞുങ്ങളെല്ലാം ഒന്നിച്ച് ചൊല്ലുക. നമ്മുടെ മുന്നിലിരിക്കുന്നത് അമ്മയും അച്ഛനും പിതൃദേവോഭവ ഈശ്വരനായി നിർത്തേണ്ടതും നമ്മുടെ കർത്തവ്യമാണ്. കുട്ടികള് മാലയെടുത്ത് അമ്മമാരുടെ കഴുത്തിലിട്ട് കൊടുക്കുക.
അതാത് സ്ഥലത്ത് തന്നെ ഇരിക്കുക. ഇനി നമ്മുടെ പൂജയുടെ സമയമായി. ചെയ്താൽ മതി. ചന്ദനത്തിലെടുത്ത് കത്തിച്ച് ഓം ശ്രീമാത്രേ നമഃ എന്ന് 3 പ്രാവശ്യം ആ പാദത്തിൽ ഒഴിഞ്ഞ് കത്തിച്ച് മാറ്റിവെക്കുക. മന്ത്രം ചൊല്ലുക. ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീമാത്രേ നമഃ. ഈ ചന്ദനത്തിരി പോലെ എരിഞ്ഞ് ഈ രാഷ്ട്രത്തിനും സമാജത്തിനും വീടിനും സുഗന്ധപൂരിതമായ ജീവിതം കാഴ്ചവെക്കുവാൻ ഒരു ചന്ദനമരമുണ്ടെങ്കിൽ ആ കാട് മുഴുവൻ മണക്കുന്നത് പോലെ അച്ഛൻ എല്ലാ ദേവന്മാർക്കും സമമാണ്. അതുകൊണ്ട് ഏതൊരു ശുഭകാര്യങ്ങൾക്ക് മുൻപും അച്ഛനമ്മമാരുടെ അനുഗ്രഹം നേടിയാലേ ആ മംഗളകർമ്മം പൂർണ്ണമാവുകയുള്ളൂ. അമ്മ എന്ന് പറയുന്നത് തീർത്ഥങ്ങളാണ്. എല്ലാത്തിനെയും കർമ്മങ്ങളെ മുഴുവൻ, കർമ്മദോഷങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുന്നതും സമമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏതൊരു മംഗളകർമ്മത്തിനും മാതാപിതാക്കളുടെ അനുഗ്രഹം കൂടിയേ തീരും, അവിടെ പൂർണ്ണമാവുകയുള്ളൂ എന്നർത്ഥം. ഈ ഗ്ലാസ്സിലുള്ളത് വെറും ജലമല്ല, അത് തീർത്ഥമാണ്. സപ്തനദികളുടെ തീർത്ഥത്തെ എൻ്റെ പ്രേമം കൊണ്ട് ഞാൻ ആവാഹിച്ച അമ്മയുടെ അച്ഛൻ്റെ പാദത്തിലേക്ക് ഒഴിച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് ചെയ്യുന്നതായി ശ്രമിക്കുക. ഇരിക്കുക. കാരണം നമ്മുടെ കുട്ടികൾ നമുക്ക് വേണ്ടി പൂജ ചെയ്യുവാൻ പോലും പറ്റാത്ത അത്ര അനുഗ്രഹമാണ് നിങ്ങളിൽ നിന്ന് അങ്ങോട്ട് കുട്ടികൾക്ക് പകരുന്നത്. തലയിൽ നിന്ന് താഴെ എടുത്ത് വെച്ച് കുഞ്ഞുങ്ങളെല്ലാവരും ആ തീർത്ഥം എടുത്ത് സപ്തനദികളിൽ സ്നാനം ചെയ്ത നമ്മുടെ കുമാരുടെ അതുപോലെ നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കൾ എല്ലാവരും ശിരസിൽ തലയ്ക്കുക. നമ്മള് കുംഭമേളയിൽ എങ്ങനെയാണോ സ്നാനം ചെയ്ത് നിവർന്ന് എഴുന്നേറ്റതുപോലെ ആ ദേവതയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് തീർത്ഥങ്ങളിലാണ്. എല്ലാ ദേവീ ദേവന്മാരുടെ സാന്നിധ്യം തീർത്ഥങ്ങളിലാണ്. സപ്ത നദികൃഷ്ടമായ ഭാഗം അതിന് തളിച്ച് ശുദ്ധമാക്കുക. പാദം, അമ്മയുടെ അച്ഛന്റെ പാദം തുടച്ചു കൊടുക്കുക. ഇരിക്കുന്ന ശ്രീകോവിലെ വിഗ്രഹമാണ്, ശിവനാണ്, ശക്തിയാണ് എന്ന ഭാവത്തിൽ ചെയ്യുക. പാദത്തിൽ ചന്ദനമെടുത്ത് ഒരു കുറിയിട്ട് കൊടുക്കുക. മോതിര വിരൽ കൊണ്ട് അമ്മമാര് പറഞ്ഞു കൊടുക്കുക. മോതിര വിരൽ എന്ന് പറഞ്ഞ പ്രേമത്തിന്റെ വിരൽ ഊട്ടി ഉറപ്പിക്കുവാൻ മോതിര വിരൽ കൊണ്ട് ചന്ദനമെടുത്ത് 2 പാദത്തിലും കുറി കെട്ടു കൊടുക്കുക. കുങ്കുമം എടുത്ത് 2 പാദത്തിലും പൊട്ട് തൊട്ട് കൊടുക്കുക. ഇരിക്കുന്നത് അതേപോലെ ശിവനും ശക്തിയും ചേർന്നതാണ് ആ പാദം. ശിവന്റെ മംഗളം എനിക്ക് കിട്ടുവാനും അമ്മയുടെ ശക്തി ഊർജം എനിക്ക് പകരുവാനും ആ സങ്കല്പത്തോടെ പൊട്ട് തൊട്ട് കൊടുക്കുക, കുറി തൊട്ട് കൊടുക്കുക. അമ്മയുടെ നെറ്റിയിൽ കുങ്കുമം എടുത്ത് നന്നായിട്ടൊരു പൊട്ട് തൊട്ട് കൊടുക്കുക. അച്ഛനാണ് മുന്നിലെങ്കിൽ ചന്ദനം
പഠിച്ച് ഭൂപ്രതിഷ്ഠേന ഷട്കേന കാശീയാത്ര അയോനിച സേതുസ്നാന സദേവയശ്ച തൽഫലം മാതൃവന്ദനേ. 6 പ്രാവശ്യം ഭൂമിയെ പ്രദക്ഷിണം ചെയ്ത പുണ്യഫലം, 1000 തവണ കാശിയാത്ര ചെയ്ത ഫലം, 100 തവണ തീർത്ഥസ്നാനങ്ങളിൽ കുളിച്ച ഫലം, 1 പ്രാവശ്യം മാതാപിതാക്കളെ പൂജിച്ചാൽ കിട്ടും. എത്രയൊക്കെ സ്ഥലത്ത് നമ്മൾ കാശി, അയോധ്യ ഒരു സ്ഥലത്തിരുന്ന് പൂജിച്ചാൽ കിട്ടുന്നത്. അതുകൊണ്ടാണല്ലോ സുബ്രഹ്മണ്യനും ഗണേശനും വലത്തിട്ട് മാമ്പഴം വാങ്ങിയത്. അമ്മയാണ്, അച്ഛനാണ് ഏറ്റവും വലിയ ലോകനാക്കളാണ്. അച്ഛനെ നമ്മൾ പൂജിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പിതൃക്കളുടെ അനുഗ്രഹം പിതൃപരമ്പരയുടെ. അതുകൊണ്ട് പ്രാർത്ഥിച്ച് മക്കൾ പുഷ്പമെടുത്ത് ഇവിടെ ചൊല്ലിത്തരുന്ന സമയം മാത്രേ നമഃ. ശ്രീമാത്രേ നമഃ. ഓം ശ്രീമാത്രേ 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 നമഃ. ഓം ശ്രീമാത്രേ നമഃ. 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 ശ്രീമാത്രേ ഓം ശ്രീമാത്രേ. ശ്രീമാത്രേ നമഃ. ഇനി അടുത്ത പൂജാവധി നിവേദ്യ സമർപ്പണമാണ്. ഇന്ന് ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീമാത്രേ നമഃ. എല്ലാ മക്കളും ആ ദീപമെടുത്ത് കണ്ണിലൊഴിയുക. എനിക്ക് എപ്പോഴും മംഗളകരമായി കാണാൻ, മംഗളത്തെ കാണുവാൻ എപ്പോഴും സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. വേദനിക്കുവാൻ ഒരിക്കലും ഇടവരരുത്. എന്നെ ഓർത്ത് അവർക്ക് കരയുവാൻ ഇടവരുത്തരുതേ. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ, പക്വതയില്ലാതെ ചെയ്തു പോയ തെറ്റുകൾ അനവധിയാണ്. അതെല്ലാം ക്ഷമിക്കണേ. അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം എപ്പോഴും ഒരു വിളക്കായി എന്നെ മുന്നോട്ട് നയിക്കണേ. എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുക, പ്രായശ്ചിത്തം ചെയ്യുക, പരിഹാരം കണ്ടെത്തുക. ഈ ഒരു വർഷത്തെ മാതൃവന്ദനം നമ്മുടെ എല്ലാ കർമ്മദോഷവും എല്ലാ കാലദോഷവും നീങ്ങുവാനുള്ള നീണ്ട പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുവാനുള്ള അമ്മയുടെയും അച്ഛൻ്റെയും അനുഗ്രഹം കൂടിയാണിത്. കുഞ്ഞുങ്ങളുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ മനസ്സ് തുറന്ന് മക്കളെ അനുഗ്രഹിക്കുവാനുള്ള സുവർണ്ണ അവസരം. ഇത്രയും നല്ല മക്കളെ എവിടെ കിട്ടും? അവര് ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ നിങ്ങളുടെ പാദപൂജ ചെയ്ത് നിങ്ങളുടെ അനുഗ്രഹം വാങ്ങുവാനായി നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഈശ്വര, എൻ്റെ മക്കൾ കർമ്മമണ്ഡലങ്ങളിൽ സൂര്യനെ പോലെ ശോഭിക്കട്ടെ. പ്രലോഭനങ്ങളെയും പ്രശ്നങ്ങളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനുള്ള കരുത്ത് അവരിൽ നിറയട്ടെ. നേരിന്റെ വഴിയിൽ നടക്കുവാനുള്ള ധർമ്മബോധവും കർമ്മശുദ്ധിയും അവർക്കുണ്ടാവട്ടെ. ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും നിന്ന് സദാ കാത്തുകൊണ്ട് സന്തോഷത്തോടെ ആയുരാരോഗ്യത്തോടെ സർവ്വവിധ ഐശ്വര്യത്തോടെ ഈ നാടിനും സമാജത്തിനും വഴിവിളക്കായി
അവരുടെ ശിരസിൽ, അവരുടെ കർമ്മമണ്ഡലത്തിൽ, അവരുടെ ജീവിതത്തിൽ ഒരു ഊർജമായി, ഒരു പ്രകാശമായി, അവർക്കെന്നും താങ്ങും തണലുമായി നിൽക്കും. ഇനി മക്കളെല്ലാവരും ജീവിതം എപ്പോഴും ലോകത്തിന് ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മധുരമുള്ളതായി തീരണേ എന്ന് ആ സങ്കല്പം വാചകം മനസ്സിൽ ചൊല്ലിക്കൊണ്ട് അവർക്ക് മധുരം പകർന്നു കൊടുക്കുക. കുഞ്ഞുമക്കൾ എന്നും അമ്മമാരാണ് നമുക്ക് ഉമ്മ തരുന്നത്. ഇന്ന് മക്കള് അമ്മമാരെ കെട്ടിപ്പിടിച്ച് രണ്ട് കവിളിലും ഉമ്മ വെച്ച് കൊടുക്കുക. അമ്മമാര് തിരിച്ചും മക്കൾക്ക് ഉമ്മ കൊടുക്കുക. ഈ സ്നേഹമാണ് നമ്മുടെ കരുത്ത്. ഈ ഉമ്മയാണ് നമ്മുടെ സംസ്കാരം. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഐക്യം. അമ്മമാര് തലകയിൽ നിന്ന് പാദം മാറ്റി മാലയെല്ലാം ഊരി ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.